വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന വറ്റലപ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. 1/4 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ശർക്കര ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ആദ്യം മിക്സ് ചെയ്തെടുക്കണം. ശർക്കര ആ ഒരു പാലിൽ അലിഞ്ഞു ചേർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്കർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനിയാക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ 4 മുട്ടയോളം ചേർക്കാം. 3 മുട്ടയാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ 3 മുട്ട കറക്റ്റ് പാകത്തിനാണ് ഉണ്ടാകുക. അതും ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങനെ ഇട്ടടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. പതപ്പിച്ചെടുക്കരുത്. പതപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിപ്പോകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ പതപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കാപ്പൊടി ഒരു നല്ല ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഞാൻ ഒരുപാട് ബീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അത് ഞാനിവിടെ സ്പീഡിലിട്ട് ചെയ്യണോണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇനി ഏത് പാത്രത്തിലാണോ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ല പോലെ തന്നെ ഒന്ന് നെയ്യ് തടവി എടുക്കുക. എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു മുട്ടയുടെ ചെറിയ ഒരു ഇതൊക്കെ കാണും. നമ്മൾ നന്നായിട്ടൊന്നും അടിച്ചെടുക്കണില്ലല്ലോ. അപ്പോൾ ചെറിയ തരികളൊക്കെ കാണും. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുപോലെ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു മൂടിയോ ഉപയോഗിച്ച് അത് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ആവി കയറ്റിയെടുക്കാം. സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇത് ഇറക്കി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നേരത്തേക്കാണ് ഇത് ആവി കയറ്റി എടുക്കേണ്ടത്. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തുറന്ന് നോക്കാം. ഒന്ന് ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പുറമേ വെച്ച് നല്ലപോലെ ആറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ട് വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള നമ്മളുടെ വറ്റലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുതേ.